അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ എളിയവനായ എനിക്കും ദൈവത്തിൻ്റെ അവസരത്തിൽ സ്തുതിക്കുന്നു. പ്രത്യേകം ഞാൻ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്നു ജോൺസൺ, ഡാനിയൽ, അതുപോലെ പുറത്ത് മറ്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവാസന്മാരും മിക്കവരും ഞാനായിട്ട് വളരെ ക്ലോസ് ആയിട്ട് പരിചയമുള്ളവരാണ്. പാടുവാൻ എനിക്ക് അവസരം തന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞെല്ലാം നല്ല വാക്കുകൾക്കായി സ്തുതിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരെക്കാളും ഏറ്റവും ചെറിയവനായ ഒരു വ്യക്തിയാണ് ഞാൻ. ഒന്നും പുകഴാനില്ല, യേശുവിലല്ലാതെ ഒന്നും പുകഴുവാനില്ലാത്ത ഹല്ലേലൂയ, യേശുവിൻ്റെ കൃപയാൽ, യേശുവിൻ്റെ സ്നേഹത്താൽ ഇങ്ങനെ ഒരു വലിയ സ്റ്റേജിൽ നിൽപ്പാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് യേശുവിന് എന്നെ സ്നേഹിച്ചിട്ട് അവനൊരു കൃപ തോന്നിയത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പാട്ട് പാടുവാനായിട്ട് പോവുകയാണ്. എല്ലാം തകർന്ന് തരിപ്പണമൊക്കെയായി ആത്മഹത്യക്ക് വേണ്ടി 1 വർഷം മുമ്പ് കൊതിച്ച് തകർന്നു, എല്ലാവരും തകർന്ന് ദാരിദ്ര്യവും പട്ടിണികളും നിന്ദകളും ഒക്കെ ആരും സ്നേഹിക്കാനില്ല, തകർന്ന് കിടന്ന് തന്നെ എൻ്റെ അടുക്കിലേക്ക് ഒരിക്കൽ യേശു അറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പുകഴാനത്തൊന്നുമില്ല. എൻ്റെ ബാല്യത്തിൽ ഞാൻ ജനിച്ചു വന്ന 5 മക്കളുടെ ഏറ്റവും ഇളയവനായിരുന്നു ഞാൻ. എൻ്റെ മൂത്ത സിസ്റ്റർ ബാല്യത്തിൽ മരിച്ചുപോയി. അടുത്ത എൻ്റെ മൂത്ത ബ്രദർ ബാല്യത്തിൽ തന്നെ മരിച്ചുപോയി. എൻ്റെ മമ്മി എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. എൻ്റെ മമ്മി 13 വർഷം മുമ്പ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിട്ടുപോയി. എൻ്റെ പപ്പ വരുന്നു 3-4 വർഷം മുമ്പ് എന്നെ വിട്ട് കടന്നുപോയി. ഞാൻ വിചാരിച്ചു ഞാനൊരു അനാഥനാണ്, എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ ആരെയുമില്ല. ഇങ്ങനെ എൻ്റെ റൂമുകളിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹം എൻ്റെ അടുക്കിലേക്ക് വന്നു. അവൻ എന്നോട് പറഞ്ഞു, നിൻ്റെ മമ്മിയേക്കാൾ പപ്പയേക്കാൾ നിൻ്റെ കൂടെ ഇരിക്കുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ എന്നോട് കൂടെയുണ്ട്. ഇന്ന് വരെ യേശുവിൻ്റെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഒരു കണ്ണിനും ദയ തോന്നാതെ തകർന്നിരുന്നേ, ആരുമില്ലെന്ന് അനാഥനെന്ന് ഞാൻ തന്നെ പറഞ്ഞിരുന്നു. എൻ്റെ അടുക്കലേക്ക് യേശു വന്നപ്പോൾ എൻ്റെ ജീവിതമാകെ മാറി. അവൻ എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ തന്നു, സന്തോഷം തന്നു. ഞാൻ അങ്ങനെ എഴുതിയൊരു ശ്രേഷ്ഠമായ ഒരു ഗാനം, നിത്യസ്നേഹത്താണ് ഒരു പാട്ടുണ്ട്, ഞാൻ പിന്നീട് പാടും. എന്നാൽ ഇപ്പോൾ ഞാൻ 2007 മാർച്ച് 11 ഞാൻ എൻ്റെ ചർച്ചിലെ ഒരു വിശ്വാസി, ഇവിടെ ജിനോയ് തോമസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ചർച്ചിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ 2007 മാർച്ച് 11 ഞാൻ ചർച്ചിലിരിക്കുമ്പോൾ ഞാൻ ആരാധന തുടങ്ങുന്നതിന് ഗിറ്റാറുമായി ഞാനിങ്ങനെ വായിച്ച് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ഫിലിമിൽ കാണുന്ന പോലെ സുവിശേഷ ഭാഗങ്ങൾ പിക്ചർ എൻ്റെ മനസ്സിലേക്ക് ഓടി വരാൻ തുടങ്ങി. യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവനെ കണ്ടാൽ ഒരാളെല്ലാം തോന്നുമാറ്, അവൻ്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു. ഈ ഭാഗങ്ങളൊക്കെ വായിച്ച്, സുവിശേഷ ഭാഗങ്ങൾ, ക്രൂശീകരണ ഭാഗങ്ങൾ വായിച്ച് ഞാനിങ്ങനെ പറഞ്ഞു, എന്ത് കിട്ടുമെന്നല്ല, പകരം എന്ത് നൽകും. യേശുവെ, അവിടുത്തെ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് നൽകും? എന്ത് നൽകിയാലും പകരമാകത്തില്ല. പക്ഷെ എൻ്റെ ഹൃദയം പൂർണ്ണമായി നൽകുന്നു. ദേശത്തേക്ക് ഞാൻ പോകും സുവിശേഷവുമായി. ഇത് കരഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പാടി പകരം എന്ത് നൽകും. തുടർന്ന് ചർച്ചകാർ മുഴുവൻ ഏറ്റുപാടാൻ തുടങ്ങി. അവരാരും അറിഞ്ഞില്ലത് ഇപ്പോൾ എഴുതിയ പുതിയ ഗാനമാണ്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, വരികൾ എഴുതി വെക്കാൻ പറഞ്ഞു. എഴുതി ഞങ്ങൾ ഒത്തിരി മണിക്കൂർ ഞങ്ങൾ ഈ പാട്ട് ഒത്തിരി നേരം ഞങ്ങളിത് പാടി അന്ന് കടുന്നേരിൽ ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. കർത്താവ് തന്നൊരു ഗാനമായി. എനിക്കിനകത്ത് ഒളിവില്ല. വായിലൂടെ ട്യൂണും വരിയും ഇങ്ങനെ തരുകയായിരുന്നു, പാടുകയായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. യേശുവിൻ്റെ ക്രൂശിൽ ഞാൻ 2-3 പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ കരഞ്ഞു പോകും. യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ കൃപയെ പറ്റി പറയുമ്പോൾ എനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ പകരം ഹൃദയം പൂർണ്ണ പകരം ഹൃദയം കണ്ടു ഞാൻ സ്നേഹത്തെ മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ മഹത്യാഗത്തെ പകരം എന്തു ഹൃദയം പകരം എന്തു
അത്ഭുതമായി പൂർണ്ണതയും സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻകരവിരുത് അത്ഭുതമായി പൂർണ്ണതയും പകരം സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തു നൽകും ഞാനിനി എന്നാലോ പ്രാർത്ഥന പകരം God
ഈ കാലഘട്ടത്തിൽ ഈ നാടുകളിൽ ചില വർഷങ്ങളായി ഗൾഫിലും അമേരിക്കയിലും ഇന്ത്യയിലുള്ളതായ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരുമിച്ച് പാടി ആത്മാവിൻ ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ വർഷിപ്പ് സോങ് ഞങ്ങൾക്ക് അമേരിക്കയിൽ അനേക വർഷങ്ങളായി പല സഭകളില് പല ക്രൂസൈഡുകളില് പാടുവാൻ ദൈവത്തെ ആരാധനപ്പെടേണ്ടിരുന്നു. എനിക്ക് കാണുവാനുള്ള വലിയ താല്പര്യം കൊണ്ടാണ് ദാസനെ ഇന്ന് വരുന്നത്. അദ്ദേഹം എറണാകുളത്ത് സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് അടക്കിയായിരുന്നു. ഞാൻ പറഞ്ഞു വരണമെന്ന് പറഞ്ഞു വരുന്നതാണ്. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ ലഭിച്ച മനോഹരമായ സന്ദർഭത്തിനായി കരങ്ങളെ തട്ടിയ ദൈവദാസൻ ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹിക്കപ്പെട്ട ഗായകനായി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളെ തട്ടി ശക്തിയോടെ അനുഭവ കാര്യങ്ങൾക്കെല്ലാം വിലയുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ ദൈവദാസന്മാരെ വെല്ലുവിളിച്ചു. ദൈവമില്ല, ദൈവം ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ദൈവം ഉണ്ടെന്ന് തെളിയിപ്പാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം വെല്ലുവിളിച്ചു. അനേക വേദശാസ്ത്രിമാര്, അനേക മിടുക്കന്മാര്, അനേക സ്കോളേഴ്സ്, അനേക പാസ്റ്റർമാർ അദ്ദേഹത്തിന്റെ വെല്ലുവിളിയെ സ്വീകരിച്ചുകൊണ്ട് ഒരു ഓഡിറ്റോറിയമായ വലിയ കോൺഫറൻസിൽ അദ്ദേഹവുമായി വെല്ലുവിളി ഏറ്റുകൊണ്ട് ഡിബേറ്റിന് വേണ്ടി തമ്മിൽ വാദിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. സിൽവർ തങ്ങളുടേതായ മനുഷ്യൻ, ആ തന്റെ വാക്കുകൊണ്ട്, ആ വാക്ചാത്തിലുള്ള മനുഷ്യൻ എല്ലാ പാസ്റ്റർമാരെയും എല്ലാ ദൈവദാസന്മാരെയും അടിച്ചിരുത്തി കളഞ്ഞു. അദ്ദേഹം ദൈവമില്ലെന്ന് പറഞ്ഞ് തെളിയിച്ചു അഹങ്കാരിയായി ഉറക്കം വിളിച്ചു പറഞ്ഞു, കണ്ടോ പാസ്റ്റർമാരെ, തിയോളജിയെല്ലാം ഞാൻ തോപ്പിച്ചു. ദൈവമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ദൈവം ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ഇന്നിരിക്കുന്ന വലിയ കൂട്ടത്തിൽ 10,000 ആളുകൾ നിൽക്കുന്നതായ കൂട്ടത്തിൽ എടുക്കുന്ന ഒരു പ്രായമുള്ള അമ്മച്ചി മുമ്പോട്ട് എഴുന്നേറ്റ് വന്നു. മുമ്പോട്ട് വരുന്ന സമയത്ത് ഒരു ഓറഞ്ച് പൊളിച്ച് തിന്നുകൊണ്ട് എല്ലാവരും വിചാരിച്ചു ഭ്രാന്തോ ഏതാണ്ട് അസുഖമല്ലത് മാനസിക രോഗിയുള്ള അമ്മച്ചെന്ന് വിചാരിച്ചെല്ലാവരും. മുമ്പോട്ട് കടന്നു വന്നിട്ട് ഈ അമ്മച്ചിനൊക്കെ ചോദിച്ചു, എന്താ അമ്മച്ചി മുമ്പോട്ട് കടന്നു വന്നത്? അന്നേരം അമ്മച്ചി പറയുന്ന ശബ്ദമായിട്ട് ഈ മനുഷ്യനൊക്കെ പറയാ, ചെറുപ്പക്കാരാണ്, മോനെ നീ ദൈവം ഇല്ലെന്ന് തെളിയിക്കുന്നതൊക്കെ ഞാൻ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എനിക്കൊരു ചോദ്യം എന്തെങ്കിലും ചോദിക്കാറുണ്ട്. എന്റെ ചോദ്യം ഇതാ, ഞാൻ തിന്നുന്ന ഓറഞ്ച് പുളിയാണോ മധുരമാണോ കയ്പാണോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം ഈ അമ്മച്ചി തിന്ന ഓറഞ്ച് കയ്പാണോ പുളിയാണോ മധുരം. ഞാനാണ് അറിയുന്നത്. മോനെ, ഇത് തന്നെ നിന്റെ പ്രശ്നം. യഹോവ നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞവനാ. ഓ ഹല്ലേലൂയ, ഞാൻ യഹോവ നല്ലൊരു രുചിച്ചറിഞ്ഞവനാ. നിനക്കതിനെ കുറിച്ച് അറിയത്തില്ല. കഴിഞ്ഞ 70 വർഷമായി യഹോവ നല്ലവൻ എന്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ വ്യക്തിയെ എനിക്ക് എന്റെ അനുഭവത്തെ നിനക്ക് കണ്ടിപ്പാൻ കഴിയത്തില്ല. എത്ര സമർത്ഥനായാലും എത്ര മിടുക്കനായാലും എന്റെ അനുഭവത്തെ നിനക്ക് കണ്ടിപ്പാൻ കഴിയത്തില്ല. എന്റെ പകൽക്കാലം ഇവിടെയിരിക്കുന്ന ആയിരക്കണക്കിന് ദൈവമക്കൾക്ക് ദൈവദാസന്മാർക്ക് പറയാൻ കഴിയും, എന്റെ അനുഭവത്തെ ആരെല്ലാം എന്നല്ല പറഞ്ഞാലും ആർക്കും കണ്ടിപ്പാൻ കഴിയത്തില്ല. അത് വിശ്വസിച്ച കാര്യങ്ങളെ തട്ടി ദൈവത്തെ ബന്ധപ്പെടുത്തട്ടെ. നേരത്തെ ക്രൂശിൽ ഞാൻ കണ്ടുവന്നതായ പാട്ട് മനോഹരമായ ഗാനം ആലപിച്ചായ കർത്താവിദാസനെ അടുത്ത കാലത്ത് രചിച്ചതായ മനോഹരമായ ഗാനമാണ് നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയിലും സ്നേഹത്തെക്കാൾ, ലോകം നൽകിയും സ്നേഹത്തെക്കാൾ നിത്യസ്നേഹത്താൽ അവൻ എന്നെ സ്നേഹിച്ചു. അനേകർക്ക് ആ പാട്ടുകൾ അറിയാത്തവർക്ക് ചേർന്ന് പാടാൻ അത്രയൊക്കെ പഠിക്കാം. എത്രപ്പെട്ട സന്തോഷമുണ്ട്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ ബന്ധപ്പെട്ടാണ്. ആ കരങ്ങൾ രണ്ടു ഉയർന്നിരിക്കട്ടെ.
സന്തോഷത്തിന്റെ കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ മൂന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ഒരിക്കൽ കൂടെ ശക്തിയോടെ ശാന്തമായി ശക്തിയോടെ ഒരിക്കൽ കൂടെ വളരെ ശക്തിയോടെ നമ്മുടെ ചെറുമക്കൾ കൺവെൻഷന്റെ 18ാമത് ചെറുമക്കൾ കൺവെൻഷന്റെ 5ാം രാത്രി കടന്നു വന്നിരിക്കുകയാണ്. ഈ വർഷം ദൈവം നൽകുന്ന തീം എന്താണ്? ഓർപ്പിച്ച് പറയാം, ചേർന്ന് പറയാം. യഹോവേ, ചേർന്ന് പറയട്ടെ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ആദ്യത്തെ ദിവസം നമ്മൾ ചിന്തിച്ചേ പാസ്റ്റർമാർക്ക് പറയാം, ആരാധനയിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. നഷ്ടപ്പെട്ട ആരാധനയിലേക്ക്, സന്തോഷത്തിലേക്ക് ഞങ്ങളെ മടക്കി. 2ാം ദിവസം ആദ്യം സ്നേഹത്തിലേക്ക് മടക്കി വരുത്തണമേ. ഇന്നലെ ആത്മാക്കളെ കുറിച്ചുമായ ദാഹത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഇന്ന് രാത്രികാലം ഞാൻ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല, ദീർഘമായ വാക്കുകളൊന്നും വായിക്കുന്നില്ല. ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ വേണ്ടി പോവുകയാണ്. ആദിമ വിശുദ്ധിയിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഓ ഹല്ലേലൂയ. നമ്മുടെ ടീമിലേക്ക് ഏറ്റവും പരമപ്രധാനമായ തീമാണ്, ദൈവമേ നീ വിശുദ്ധനായിരിക്കുന്ന പോലെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. നമ്മുടെ ആദിമ പിതാക്കന്മാർ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആരംഭത്തിൽ പെന്തക്കോസ്തിന് വേണ്ടി നിലകൊണ്ടതായ നമ്മുടെ മാതാപിതാക്കന്മാർ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിലകൊണ്ടു. ദൈവവരെ മാനിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന് വേണ്ടി ഒരു അവശേഷിപ്പ് ഉള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ നൂറ്റാണ്ടിലും ഏത് കാലഘട്ടത്തിലും ദൈവത്തിന് വേണ്ടി ഒരു ശേഷിപ്പ് ദൈവം നിർത്തുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ദൈവത്തെ നിർത്തുന്ന കൂട്ടത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ ഏതിലേക്ക് മടങ്ങി വരണം? എല്ലാവരും ചോർന്ന് പറഞ്ഞാണ് ആദിമ വിശുദ്ധിയിലേക്ക് മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠന്മാരായ അഭിഷക്തന്മാരായ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നമ്മളെല്ലാവരും പറയുന്ന പോലെ ഒരു ഇന്റർനാഷണൽ കൺവെൻഷനാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, നൈജീരിയയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്ന്, ഗൾഫിൽ നിന്നൊക്കെ പ്രിയപ്പെട്ടവർ ഈ കൺവെൻഷന് ഓരോ ദിവസവും രാവും പകലുള്ള മീറ്റിംഗ് വന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിൽ സഭാഭേദമന്യേ, ജാതി മതഭേദമന്യേ അനേക ആയിരങ്ങൾ ഇവിടെ കടന്നു സംബന്ധിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഈ മഹായോഗത്തിലേക്ക് ഇതിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കൊട്ടാരക്കര സെന്ററിന്റെ ശുശ്രൂഷ വഹിക്കുന്നതായ പാസ്റ്റർ കെ സി ഡാനിയൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. കലയപുരം സെന്ററിന്റെ ശുശ്രൂഷ വഹിക്കുന്ന പാസ്റ്റർ കെ വി തോമസ് നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. ചങ്കളം പൊടിയച്ചാൽ നമ്മുടെ മതത്തിൽ ദൈവ ശുശ്രൂഷിപ്പാൻ വേണ്ടി ദൈവം അയച്ചിരിക്കുന്നതായ കർത്താദാസൻ പാസ്റ്റർ ഡാനിയൽ അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ദൈവം ശക്തമായി ദാസനെ ഉപയോഗിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താദാസകാരൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലും ഗൾഫിലും അമേരിക്കയിലൊക്കെ കർത്താദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം കടന്നു വന്നത്. അമേരിക്കയിൽ ഹ്യൂസ്റ്റണിൽ ഞങ്ങളോട് ലഭിച്ചിട്ടായിരുന്നു. ചില ആഴ്ചകൾ ആ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നത് ഇവിടെയാക്കി തീർത്തു. ട്രിവാൻഡ്രത്തെ വാർത്തയുടെ കർത്താവിന്റെ വിലയിലായിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷകനാണ്. നമ്മുടെ PIP കേരള സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന കർത്താദാസൻ മതത്തിലയച്ചോർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കരങ്ങളടിച്ച് കർത്താദാസൻ സ്വീകരിക്കാം. ദൈവവചനം ശുശ്രൂഷിക്കാൻ വേണ്ടി കർത്താദാസനെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ. കരങ്ങളെ തട്ടി ആരും ശബ്ദം നോക്കിയിരിക്കാതെ എല്ലാവരും കരങ്ങളെടുത്തത് വ്യക്തിയെ പുകഴ്ത്താനല്ല, ദൈവത്തിന് മഹത്വപ്പെടുത്തുകൊണ്ട് കരങ്ങളെ തട്ടി മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. Praise the Lord. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ചെറുവയ്ക്കൽ കൺവെൻഷന്റെ 5ാമത്തെ രാത്രിയിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ സർവ കൃപാലുവായി ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ, ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ ശക്തമായി ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവത്തിന്റെ അഭിഷക്തനാണ്
പാസ്റ്റർ ജോൺസൺ ഡാനിയൽ അവരുകൾ മുഖസ്തുതി അദ്ദേഹവുമായിട്ട് എനിക്ക് മണിക്കൂറുകൾ ഒരുമിച്ച് ചെലവിടുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കഴിഞ്ഞ അമേരിക്കൻ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി താമസിച്ച് അദ്ദേഹത്തോടൊപ്പം സമയം ചെലവിടാൻ ദൈവം ഭാഗ്യം തന്നു. അമേരിക്കയിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ വീട്ടിൽ താമസിച്ച് കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ ജോൺസൺ ഡാനിയൽ അവർ. അത് കണ്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. ലക്ഷറിക്ക് വേണ്ടി വളരെയധികം പണം മുടക്കുന്ന ഈ കാലയളവിൽ തൻ്റെ പണം മുഴുവൻ ഇന്ത്യയുടെ സുവിശേഷീകരണത്തിനു വേണ്ടി ചെലവിടുന്ന ഒരു അഭിഷക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. തൻ്റെ കുടുംബത്തിന് ദൈവം കൊടുത്തത് അർപ്പണ മനോഭാവമുള്ള ഒരു ഭാര്യയെ ദൈവം അദ്ദേഹത്തിന് ദാനമായി കൊടുത്തിട്ടുണ്ട്. വളരെ സമർപ്പണമുള്ള ഒരു സഹോദരി. പ്രിയ ആന്റിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനം ഇവിടെ ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും അമേരിക്കയിലൊക്കെ ആയതുകൊണ്ട് എങ്ങാണ്ടൊന്ന് കുറെ പണമൊക്കെ കിട്ടിയാണ് നടത്തുന്നതെന്നാണ്. അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം ഒരമേരിക്കക്കാരുടെ മുമ്പിലും കൈനീട്ടാതെ അദ്ദേഹത്തിന് ദൈവം കൊടുക്കുന്ന നന്മ കർത്താവിന് വേണ്ടി ചെലവിട്ട് ഇന്ത്യയിൽ സുവിശേഷീകരണത്തിന് വേണ്ടി ഇങ്ങനൊരു വലിയ പ്രസ്ഥാനമുണ്ടാക്കുവാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അഭിമാനമായി എന്നെ നിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വേദിയിൽ ഉപസ്ഥരായിരിക്കുന്ന മറ്റ് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ഞാൻ വളരെ സ്നേഹിക്കുന്ന പിതൃതുല്യം സ്നേഹിക്കുന്ന കൊട്ടാരക്കര സെൻട്രലിന്റെ മിനിസ്റ്റർ പാസ്റ്റർ KC ഡാനിയൽ അവരുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അഹോരാത്രം അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ഈ കൊട്ടാരക്കര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പത്തനാപുരം ശാലേമോയിസ് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രിയിൽ ആത്മദൈവ സ്നേഹത്തിന്റെ പാട്ടുകൾ, ദൈവാത്മാവിന്റെ അഭിഷേകത്തിന്റെ സാന്നിധ്യം, ആമേൻ, ഞാൻ വിശ്വസിക്കുന്നു ഈ മീറ്റിംഗിന്റെ ആരംഭം മുതൽ ഈ ഗ്രൗണ്ടിനകത്ത് അനുഭവിക്കുന്ന ദൈവമക്കളാണ് ഇതിനകത്ത് ഇരിക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ കേവലം ഒരു പ്രസംഗം കേട്ടിട്ട് പോയി എന്നുള്ളതല്ല. ആമേൻ. ഇന്ന് രാത്രി എത്രയോ പ്രസംഗങ്ങൾ കഴിഞ്ഞ നാളുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി ദൈവിക സ്പർശനം, ദൈവിക സന്ദർശനത്തിന് രാത്രിയായി മാറുവാൻ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു പുതിയ അനുഭവത്തിന്റെ രാത്രിയായി തീരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിലും പ്രസംഗം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയായി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് രോഗിയെ കയറ്റുന്ന സമയത്ത് രോഗി അവിടെ നിന്ന് വാവിട്ട് കരയുകയാണ്. അവൻ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ഓപ്പറേഷൻ തിയേറ്ററിനകത്തുനിന്ന് ഡോക്ടർ പുറത്തു വന്ന് രോഗിയോട് ചോദിച്ചു, നീ എന്തിനാ ഇത്രയും കിടന്ന് നിലവിളിക്കുന്നത്, എന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്. ചോദിച്ചു, നിന്റെ ആദ്യത്തെ അനുഭവമാണ്? അതെ, ഇതെന്റെ ആദ്യത്തെ, മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് എന്നെ കയറ്റുന്നത്. ഉടനെ ഡോക്ടർ പറഞ്ഞു, ഡോണ്ട് വറി, ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ടു. നീ ഭാരപ്പെടേണ്ട, ഇത് എന്റെയും ആദ്യത്തെ അനുഭവമാണ്. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോട് കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നത്തെ ശുശ്രൂഷ ഒരു ആദ്യത്തെ അനുഭവമായി തീരത്തക്ക രീതിയിൽ അവൻ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു ആത്മസാന്നിധ്യം ഈ ഗ്രൗണ്ടിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെ പേർ പകരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവ കൃപ അനുഭവിക്കാൻ വേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ആരാധകം നിന്റെ മേലുണ്ടെങ്കിൽ, അവൻ ദൈവശക്തി നിന്റെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ തൊടുവാൻ സാധ്യമല്ല. ഇന്നലെ വരെ തൊട്ട പരിചയത്തിൽ ഇന്ന് ശത്രുവായവതിനെ തൊടുവാൻ കടന്നു വരുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ഒരു രോഗശക്തിക്കും നിന്റെ ശരീരത്തിൽ ഇരിക്കുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രി ഒരു അന്ധകാര ശക്തിക്കും നിന്നെ തകർക്കുവാൻ സാധ്യമല്ല. നീ ആരാധിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോകുകയാണ്.
പ്രസംഗം തീരുന്നതിന് മുമ്പ് ഇവിടെ സംഭവിക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. പറയുകയാണ്, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയ ദൈവമുണ്ടല്ലോ. അവൻ ലോകം നിന്നെ തള്ളിയവരുണ്ട്, നിന്റെ പിടക്കൻ നെല്ലിയവരുണ്ട്, നിന്റെ പടിയടച്ച് പിണ്ടം വെച്ചവരുണ്ട്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ദൈവത്തെ എനിക്കും വേണം, നിന്റെ ദൈവത്തെ എനിക്കും വേണം. ഇന്ന് രാത്രി നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുമ്പോൾ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോൾ, ലോകത്തിന്റെ നടുവിൽ നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, നിന്റെ ദൈവം അഭിഷേകത്തിന്റെ ദൈവമാണ്, നിന്റെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്, നിന്റെ ദൈവം ദൈവം തെളിയിക്കുന്ന ദൈവമാണ്, നിന്റെ ദൈവം അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ദൈവമാണ്, നിന്റെ ദൈവം അന്ധകാരത്തെ വിളക്കുകൾ പ്രകാശിക്കുന്ന ദൈവമാണ്, നിന്റെ ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അവൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി അത്ഭുതം നടക്കാൻ പോകുക. അവൻ സ്വർഗ്ഗത്തിൽ ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ സംഭവിക്കട്ടെ. ദൈവത്തിനായി സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം തുറക്കാം, വേഗത്തിൽ വിശുദ്ധ വേദപുസ്തകം തുറക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് വിശ്വസിക്കുന്നവർ ആ വചനത്തെ ഏറ്റെടുത്ത് ഇന്നത്തെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ അവൻ ഒരു അത്ഭുത വിടുതലായി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേലും യേശുവിന്റെ അമ്മയാകാൻ പോകുന്ന കന്യക മറിയാമും തമ്മിലുള്ള ഒരു അഭിമുഖമാണ്, ഒരു സംഭാഷണമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ വായിക്കുവാൻ തക്കവണ്ണം ഇടയായത്. യേശുവിന്റെ അമ്മയാകാൻ പോകുന്ന കന്യക മറിയാമും അവൻ ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേലും തമ്മിലുള്ള ഒരു സംഭാഷണം. ദൈവത്തിന്റെ സ്തോത്രം. യേശുവിന്റെ ജനനം ഏതോ ഒരു അബദ്ധ സമയത്ത് എങ്ങനെയോ സംഭവിച്ച ഒരു കാര്യമല്ല. യേശുവിന്റെ ജനനം പ്രവചനത്തിന്റെ നിവർത്തിയായിരുന്നു. യേശുവിന്റെ ജീവിതം, യേശുവിന്റെ ശുശ്രൂഷ, യേശുവിന്റെ മരണം, യേശുവിന്റെ അടക്കം, യേശുവിന്റെ പുനരുത്ഥാനം, യേശുവിന്റെ സ്വർഗാരോഹണം, ഇതെല്ലാം തന്നെ ദൈവവചനത്തിന്റെ പ്രവചനത്തിന്റെ നിവർത്തിയായി സംഭവിക്കുവാൻ തക്കവണ്ണമിടയായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, എന്റെ കർത്താവിന്റെ മടങ്ങിവരവും കർത്താവിന്റെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവചന നിവർത്തിയായി സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന് 15-ാമത്തെ വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവചന പുസ്തകത്തിൽ കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. അതുപോലെ കാലസമ്പൂർണതയിൽ കന്യകയിൽ കൂടി ജാതനാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചനങ്ങൾ, യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലുള്ള പ്രവചനങ്ങൾ നമുക്ക് വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിന്റെ ആദിയോടന്തം നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവൻ യേശുവിന്റെ ജനനം കാലസമ്പൂർണതയിൽ ദൈവ പദ്ധതി പ്രകാരം ദൈവികമായ സമയത്ത് സംഭവിച്ച ഒരു അത്ഭുതമാണ്. അപ്പൊ യേശുവിന്റെ ജനനം മാത്രമല്ല, യേശുവിന്റെ ശുശ്രൂഷയും കാലസമ്പൂർണതയിലാണ്. നമുക്കറിയാം, യേശുവിന്റെ അമ്മ മറിയ കാനാവിലെ കല്യാണ സമയത്ത് യേശുവിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. ഉടനെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ജനനത്തിന്, യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് ദൈവത്താൽ നിയമിക്കപ്പെട്ടൊരു സമയമുണ്ടെങ്കിൽ, യേശുവിന്റെ മരണത്തിന്, യേശുവിന്റെ ജീവിതം സംഭവിച്ചതെല്ലാം ദൈവികമായ കാലസമ്പൂർണതയിലാണെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവികമായ ഒരു നിയമിക്കപ്പെട്ട സമയമുണ്ട്. ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു സമയമുണ്ട്. ഇന്ന്
ദൈവത്താൽ നിയമിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ ഈ ഗ്രൗണ്ടിനകത്ത് നടക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരു കോഴിമുട്ട അടവച്ചാൽ അത് വിരിയുന്നതിനൊരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഇന്ന് രാത്രിയിൽ അവൻ എല്ലാറ്റിനും ഒരു സമയമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, വിതയ്ക്കാനൊരു കാലമുണ്ടെങ്കിൽ, കൊയ്യാനൊരു കാലമുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന രാത്രിയാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുവിന്റെ ജനനം ദൈവികമായ സമയത്ത് സംഭവിച്ച ഒരു അത്ഭുതമാണ്. സ്തോത്രം. ദൈവത്തിന്റെ സമയമായപ്പോൾ പ്രവചനത്തിന്റെ പൂർത്തീകരണമായി കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം താഴേക്ക് നോക്കി. എന്തിനാ നോക്കിയെന്നറിയാമോ? ഒരു കന്യകയെ, ക്രിസ്തുവിനെ ലോകത്തിൽ കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവത്തിന് വേണം. സ്വർഗത്തിലെ ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് യേശുവിനെ കൊണ്ടുവരാൻ ഒരു കന്യകയെ വേണം. അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം താഴോട്ട് നോക്കിയപ്പോൾ അവൻ ഇസ്രായേലിൽ അവൻ ഈ കന്യക മറിയാമിനെ സ്വർഗത്തിലെ ദൈവം കാണുവാൻ തക്കവണ്ണമിടയായി. അവിടെ എത്രയോ കന്യക മറിയാമുകൾ ഉണ്ടായിരുന്നു, എത്രയോ പേരുണ്ടായിരുന്നു. അവരെ ഒന്നും കണ്ടില്ല. ഈ പ്രത്യേകമായി സഹോദരിയെ സ്വർഗത്തിലെ ദൈവം കാണുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ഗ്രൗണ്ടിനകത്ത് ഇന്ന് രാത്രി വന്നിട്ടില്ല. അങ്ങനെ സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ ഗലീല തടാകത്തിൽ യേശു ചെന്നു. അവിടെ ഒത്തിരി പടകുകൾ ഉണ്ടായിരുന്നു. ധാരാളം പടകുകൾ അവിടെ കിടപ്പുണ്ട്. കാണാൻ ഭംഗിയുള്ള പടകളുണ്ട്, വലിയ പടകുണ്ട്, ചെറിയ പടകുണ്ട്. എല്ലാ പടകുമുണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം പത്രോസിന്റെ പടകിനെ തെരഞ്ഞെടുത്ത് അതിനകത്ത് കയറി നിൽക്കുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അനേകത്തിന്റെ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നിട്ട്, അനേകർ ഈ പട്ടണത്തിലുണ്ടായിരുന്നിട്ട്, അനേകർ ഈ ഗ്രാമത്തിലുണ്ടായിരുന്നിട്ട് അവരെ ഒന്നും തെരഞ്ഞെടുക്കാതെ സ്വർഗത്തിലെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി ഇന്നുവരെ ആരെ കൊണ്ടും ചെയ്തിട്ടില്ലാത്ത ചില അത്ഭുത ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്റെ ദൈവത്തിനെ തെരഞ്ഞെടുക്കുന്ന രാത്രിയാക്കി ഇന്ന് രാത്രി മാറ്റുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്വർഗത്തിലെ ദൈവം വെറുതെ ഒന്നും തിരഞ്ഞെടുക്കാറില്ല. അവൻ മറിയെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? മറിയ അകത്തും പുറത്തും വിശുദ്ധയായിരുന്നു. നമ്മൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്ററെ ഞാൻ അകത്ത് വലിയ വിശുദ്ധനാ, പുറത്ത് കണ്ടാ പറയത്തില്ലെങ്കിലും. ദൈവത്തിന് സ്തോത്രം. അവൻ ചിലർ പറയുന്നുണ്ട്, ചിലർ അകത്തൊരു വിശുദ്ധിയും കാണത്തില്ല, പുറത്ത് വെച്ച് ഭയങ്കര വിശുദ്ധനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം കാണുന്നു, അവൻ ഞാൻ വിശുദ്ധനാകിയ നിങ്ങളും വിശുദ്ധരായിരിക്കും. സ്വർഗത്തിലെ ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നതിന് മാനദണ്ഡം അവൻ ഏതെങ്കിലും ഒരിടത്തുള്ള വിശുദ്ധിയല്ല, അകത്തും പുറത്തും നീ വിശുദ്ധനാണെങ്കിൽ അവൻ സ്വർഗത്തിലെ ദൈവം ഈ തലമുറയിൽ നിന്ന് ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ദൂത് പറയുന്നു. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അകത്ത് കന്യക മറിയാമും പുറത്ത് കമ്പോള മറിയമായിരിക്കരുത്. അകത്തും പുറത്തും നീ കന്യക മറിയാമാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി പുത്തൻ അഭിഷേകത്താൽ നിന്നെ നിറച്ച് പുറത്തു കൊണ്ടുവന്ന് ഇന്നുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ആത്മീക ശുശ്രൂഷ ചെയ്തെടുത്ത് ആത്മീക വൻമരങ്ങളെ കൊണ്ട് അഭിഷേകത്താൽ നിറച്ച് നിന്നെ എഴുന്നേൽപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് വ്യക്തമായി ദൂത് പറയുന്നു. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. Glory to Jesus. Hallelujah. മറിയെ ദൈവം തക്കവണ്ണമിടയായി. നമ്മുടെയൊക്കെ തെരഞ്ഞെടുപ്പാണെങ്കിൽ നമ്മളൊക്കെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ 100 രൂപയുടെ സാരി മേടിക്കാൻ പോയാൽ കടയിൽ പോയി ഏറ്റവും നല്ലത് കാണാൻ ഭംഗിയുള്ളത് നോക്കി തെരഞ്ഞെടുക്കും. തെരഞ്ഞെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അലക്കിയാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അങ്ങനെ തെരഞ്ഞെടുക്കത്തില്ല. നിന്നെ തിരിച്ചും മറിച്ചും വിട്ട് അലക്കിയാലും നീ നല്ലതുപോലെ വിശുദ്ധിയിൽ നിൽക്കുന്നവരാണെങ്കിൽ അവൻ നിന്നെ തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണമിടയാകും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രതികൂലത്തിന് നടുവിലും, ഏത് കണ്ണുനീരിന്റെ വേളകളിലും, ലോകം മുഴുവൻ നിന്റെ പിടക്കം നിന്ന് അനുഭവത്തിൽ ആരും നിന്റെ കൂടെ പറക്കാനില്ലെങ്കിലും, ആരും നിന്റെ കൂടെ പാടാനില്ലെങ്കിലും, ആരും നിന്റെ കൂടെ ചാടാനില്ലെങ്കിലും, ദൈവസന്നിധിയിൽ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി കടന്നുയർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ വഴികളെ നിന്നെ ദൈവം ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവന്ന
നടന്നത് എന്തോന്നറിയാമോ? തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുത്ത സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. വീട്ടിൽ പോയി വായിച്ചു നോക്കണം അധ്യായം. അവൻ യോസഫ് എന്ന് പറയുന്ന ഒരു പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് മറിയെ ദൈവം തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണമിടയായത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങള്, പെൺകുഞ്ഞുങ്ങളൊക്കെ വിവാഹപ്രായമെത്തി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ ഇനി കൂടുതൽ ഡ്രൈവ് ചെയ്തൊന്നും എങ്ങും പോകണ്ട, കൂടുതൽ നീ സ്കൂട്ടറിലൊന്നും കറങ്ങി നടക്കണ്ട, കൂടുതൽ നീ ചാറ്റ് ചെയ്യരുത്, കൂടുതൽ ഫോണൊന്നും ചെയ്യണ്ട, നീ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കെ, എന്തെങ്കിലും ചെറിയ കാര്യം മതി ഈ കല്യാണ ഉറപ്പൊക്കെ മാറിപ്പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഒതുക്കുന്ന ഒരു സമയമാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ള സമയം. അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ വിവാഹ നിശ്ചയം, ബെട്രോദൽ എന്ന് പറയുന്നത് വിവാഹത്തെക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അവൻ മറിയ അവളുടെ കൊച്ചു വീടിനകത്ത്, ആ കൊച്ചു മുറിക്കകത്ത് യോസഫിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അവൻ അവിടെ ഇരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ഗബ്രിയേലിനോട് പറഞ്ഞു, ഗബ്രിയേലേ, നീ ഇറങ്ങിച്ചെന്ന് മറിയയുടെ മുറിക്കകത്ത് കയറി അവളോട് വ്യക്തിപരമായി സംസാരിക്കണം. രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. മറിയ യോസഫിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ മറിയ ഇരിക്കുന്ന കൊച്ചു മുറിക്കകത്ത് ഇറങ്ങിച്ചെന്ന് മറിയോട് സംസാരിക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞതറിയാമോ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ധാരാളം പേര് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, ധാരാളം പേര് ഹായ് പറഞ്ഞിട്ടുണ്ട്, ധാരാളം പേര് ഇതിനു മുമ്പ് ഒത്തിരി വന്ദനം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ഒരു പുത്തൻ വന്ദനം. മറിയ തന്നെ അവിടെ പറയുന്നുണ്ട്, ഇത് എന്തൊരു വന്ദനം. എനിക്ക് തോന്നുന്നു മറിയ തിരുവനന്തപുരംകാരി ആയിരുന്നോ എന്നെനിക്കൊരു സംശയം. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ മറിയ തന്നെ പറയും, ഇതെന്തൊരു വന്ദനം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം നിന്റെ പ്രത്യേക ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഇന്നുവരെ സംസാരിച്ച രീതിയിലല്ല ദൈവത്തിനോട് സംസാരിക്കുന്നത്, ഇന്നുവരെ സംസാരിച്ച തോണിലല്ല ദൈവത്തിനോട് സംസാരിക്കുന്നത്, ഇന്നുവരെ സംസാരിച്ച രീതിയിലല്ല ദൈവത്തിനോട് സംസാരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായി ഇന്ന് രാത്രി നീ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ദൈവിക ദൂത, ദൈവ ശബ്ദം നിന്റെ കാലിൽ മുടക്കി ഇവിടുന്ന് മടക്കി വിടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുക. എത്രപേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നിന്റെ കാതിൽ ഇന്നുവരെ കേൾക്കാത്തൊരു ദൂത് കേൾക്കാൻ നോക്കിയ, ഇന്നുവരെ കേൾക്കാത്തൊരു ദൈവ ശബ്ദത്തിൽ കേൾക്കാൻ നോക്കിയ, ഇന്നുവരെ അനുഭവിക്കാത്ത ആത്മാവിന്റെ ഒഴുക്ക് നിന്റെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും, ശരീരമണ്ഡലത്തിലേക്ക്, ആത്മമണ്ഡലത്തിലേക്ക്, കുടുംബ ബന്ധത്തിലേക്ക്, കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്ക് ഇന്ന് രാത്രി ഇതുവരെ അനുഭവിക്കാത്ത ഒരു ആത്മ ഒഴുക്ക് ആത്മാവിനെ കാണുന്നു. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവിടെ ഇറങ്ങി വന്ന് മറിയയോട് ദൈവത്തിന്റെ ദൂതൻ പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഒന്നാമത് തെരഞ്ഞെടുപ്പ്, രണ്ടാമത് ദൈവം കൊടുത്തെന്തുവാ? കൃപയ. നമ്മളൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ എങ്ങനെ നോട്ടീസിൽ പേര് വരാൻ നമ്മൾ നോക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ വീട് വേണം, BMW കാർ വേണം, എല്ലാ സൗകര്യങ്ങളും വേണം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്തത് പകർന്നത് ദൈവത്തിന്റെ കൃപ. ഇന്ന് രാത്രി ആ കൃപ ഇവിടെ വ്യാപരിക്കാൻ പോകുക. ഇന്ന് രാത്രി ആ മറിയുടെ മേൽ പകർന്ന കൃപ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? മറിയുടെ മേൽ പകർന്ന കൃപ ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്?
നീങ്ങിച്ചൊന്ന് ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്തിനാ കൃപ പകരുന്നറിയാമോ? എന്തിനാ കൃപ പകരുന്നറിയാമോ? ദൈവത്തിന്റെ കൃപ മറിയെ നിന്റെ മേൽ പകർന്ന് എന്തിനാണെന്ന് ആത്മാവിൽ ഞാൻ വിശദീകരിക്കാം. ആമേൻ. മറിയെ നിന്നോട് പറയാൻ പോകുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, നിന്നോട് അറിയിക്കാൻ പോകുന്ന ദൈവിക ആലോചനകൾ, നിന്നോട് പറയാൻ പോകുന്ന ദൈവികമായ ദൂതുകൾ മാനുഷികമായ ബുദ്ധിക്ക് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമാണ്. മാനുഷികമായ നിന്റെ ബുദ്ധിക്ക് ലോജിക്കലി ഓർ സയന്റിഫിക്കലി നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമായ ദൈവിക ദൂതാണ് നിന്നോട് ദൂതൻ അറിയിക്കാൻ പോകുന്നത്. അത് ഉൾക്കൊള്ളാൻ നിന്റെ മാനുഷികമായ ബുദ്ധി കൊണ്ട് പറ്റത്തില്ല. അതിന് കൃപയാവശ്യമാണ്, അതിന് കൃപയാവശ്യമാണ്. ഇന്ന് രാത്രി അവൻ നിന്നെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം ചെയ്തെടുക്കാൻ പോകുന്ന ശുശ്രൂഷ, അതിന്റെ ആഴം ഇന്ന് രാത്രി നിന്നോട് പറഞ്ഞ നിന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ഏറ്റെടുക്കാൻ കഴിയത്തില്ല. അത് മനസ്സിലാക്കാൻ ഒരു കൃപ ദൈവം തരാൻ പോകുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. ഓ, സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ ഇറങ്ങി വന്ന നോഹയോട് പറഞ്ഞു, നോഹേ, ഞാൻ ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കാൻ പോകുകയാണ്. ആകാശത്തിന്റെ കിളിവാതിൽ ഞാൻ തുറക്കാൻ പോകുകയാണ്. ഭൂമിയുടെ ഉറവുകളെ ഞാൻ തുറക്കാൻ പോകുകയാണ്. ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കാൻ പോകുകയാണ്. നീ ഞാൻ പറയുന്നത് പോലെ ഒരു പെട്ടകം പണിയണം. ഞാൻ പറയുന്നത് പോലെ നീ ഒരു പെട്ടകം പണിയണം. ദൈവത്തിന്റെ വചനം പറയുന്നു, അന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. അവൻ അന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. അന്ന് വരെ കേൾക്കാത്തതിനെ കുറിച്ച് നോഹ കേട്ടിട്ട് ദൈവം പറഞ്ഞ മാതൃകയിൽ ഒരു പെട്ടകം പണിതു. നോഹെ, അത് പണിയാൻ നിനക്ക് പറ്റിയതെങ്ങനെ? ദൈവത്തിന്റെ വചനം പറയുന്നു, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ. ഇന്ന് രാത്രി ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ചില വിഷയങ്ങൾ നിന്റെ ബുദ്ധി കൊണ്ട്, നിന്റെ മാൻ പവർ കൊണ്ട്, നിന്റെ മസിൽ പവർ കൊണ്ട് നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത നന്മകൾ, ചില ശുശ്രൂഷ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി നിന്റെ ഒരു ദൂത് പറയുന്ന യേശുവിന്റെ നാമത്തിൽ കൃപ പകർന്ന നിന്നെ നീ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. എന്റെ ശബ്ദം അറിഞ്ഞാലും ഒരു അഭിഷേകത്തോടെ ധ്യാനിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. നോക്കുക, എന്തിനാ കൃപ പകർന്നത്? ഒന്ന്, കൃപ പകർന്നത് ദൈവത്തിന്റെ ദൂത് ഏറ്റെടുക്കാനുള്ള ദൈവത്തിന്റെ കൃപ. രണ്ട്, എന്തിനാ കൃപ പകരുന്നത്? രണ്ടാമത്തെ കൃപ, നീ ഈ ദൂതനെടുത്ത് ഏറ്റെടുത്ത് കാൽച്ചുവടുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇന്നുവരെ നീ നേരിടാത്ത പരിശോധനകൾ, നിന്ദകൾ, വേദനകൾ, നിന്റെ ജീവിതത്തിൽ അപമാനങ്ങൾ കടന്നു വരും. അതിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ. അഭിഷേകം ചെയ്യാൻ പോകുക ചില പുത്തൻ കൃപകളുണ്ട്. ദൈവത്തിന്റെ മകനെ നീ നേരിടാൻ പോകുന്ന വെല്ലുവിളികളുടെ മുമ്പിൽ, പ്രതികൂലങ്ങളുടെ മുമ്പിൽ, കഷ്ടങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു പുത്തൻ അഭിഷേകം ദൈവത്തിന്റെ മേൽ പകരുക. ഇന്ന് രാത്രി കൃപ പകരാൻ പോകുക. കഷ്ടങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കാം, രോഗത്തിന്റെ നടുവിൽ പിടിച്ചു നിൽക്കാം. എന്റെ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ ഉള്ളിലേക്ക് പകരുകയാണ്. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, എനിക്ക് കൃപ, എനിക്ക് എന്റെ ശൂലത്തെ ഒന്ന് മാറ്റിത്തരണം. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അവൻ അതോടെ ഇരുന്നോട്ട് എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് രാത്രി എത്ര ആഗ്രഹിക്കുന്നുണ്ട് അവൻ പ്രതികൂലങ്ങളെ ചാടിക്കിടക്കാൻ. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുക. ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകട്ടെ. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞ ജീവിതത്തിൽ പരിശോധനകൾ കടന്നു വന്നു. എന്റെ ഭാര്യ അതികഠിനയായ ക്ഷയരോഗിയായിട്ട് മാറി.
യാക്കോബായിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസം തോന്നാണ് എന്റെ ഭാര്യ. ആമേൻ. അതികഠിനയായി ക്ഷയരോഗിയായി മാറി. ലങ്സിനകത്തുന്ന ഒരു നേരം 800 ml വെച്ച് ബ്ലഡ് എടുത്ത് കളയുമായിരുന്നു. തിരുവനന്തപുരത്ത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ ആശുപത്രിയിൽ ഡോക്ടർ രവീന്ദ്രൻ എല്ലാ ടെസ്റ്റും നടത്തി. ഫ്ലൂയിഡ് പുറകിലൂടെ ട്യൂബിട്ട് ആ ഫ്ലൂയിഡ് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യ അതികഠിനയായി ക്ഷയരോഗിയായി മാറിയിരിക്കുന്നു. അവർ ഹൈലി കണ്ടേജിയസ് ആണ്. അത് സൗഖ്യമാകാൻ വർഷങ്ങളെടുക്കും. 2 വർഷമെങ്കിലും മിനിമം ആന്റി TB ടാബ്ലറ്റ്സ് എടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. മാനസികമായി ഞങ്ങൾ തളർന്നു പോയി. നമ്മുടെ വീട്ടിൽ എന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുവന്നു. ഡോക്ടറിനോട് പറഞ്ഞു, നിന്റെ ഭാര്യ കിടക്കുന്ന മുറിക്കകത്ത് പോലും നീ കിടക്കരുത്. അത്രയ്ക്ക് പകർച്ചവ്യാധിയായി മാറിയിരിക്കുന്നു. സ്തോത്രം. കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. മിനിസ്ട്രിയുടെ ആരംഭ ചുവടുകൾ. ഞങ്ങൾ മാനസികമായി തളർന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന പലരും ഞങ്ങളുടെ വീട്ടിൽ വരത്തില്ല. കാരണം ക്ഷയരോഗം ബാധിക്കുന്നുള്ള പേടിയുണ്ട്. ഞങ്ങൾ തളർന്ന് ക്ഷീണിച്ചു പോയി. എന്റെ ശുശ്രൂഷകളെല്ലാം ഞാൻ കട്ട് ചെയ്തു. എന്റെ വീടിനകത്ത് എന്നെ തന്നെ ഒതുക്കി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ കരയാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്താ ഇത് വരാൻ കാരണം? സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്കും മതി. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആരാധിക്കുന്നതിനിടയ്ക്ക് പ്രാർത്ഥന നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം എന്നെ തൊട്ടു, എനിക്ക് സൗഖ്യം കിട്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഇത്ര നേരം ശ്വാസം വലിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പോഴെനിക്ക് ശ്വാസം വലിക്കാം. ഇപ്പോഴെത്ര നേരം സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോഴെനിക്ക് സംസാരിക്കാം. സ്തോത്രം. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഞാൻ ഗുളിക എടുക്കത്തില്ല, ആന്റി TB ടാബ്ലറ്റ്സ് എടുക്കത്തില്ല. ഞാൻ അവളോട് പറഞ്ഞു, ഒരിക്കലും നിർത്തരുത്, എടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ അന്ന് തന്നെ ഡോക്ടർ രവീന്ദ്രന്റെ അടുത്ത് ഞാനും എന്റെ ഭാര്യയും അടുത്ത ദിവസം രാവിലെ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, പാസ്റ്ററെ 6 മാസം കഴിഞ്ഞിട്ട് വന്നാ മതി. അന്നുവരെ ഇങ്ങനെ ശബ്ദം എന്റെ അടുത്ത് ഇന്ന് രാത്രി ഇവിടെ വിടുതൽ നടക്കാൻ പോകും. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്നോട് ഡോക്ടർ പറഞ്ഞു, പാസ്റ്ററെ 6 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞാൻ പറഞ്ഞു, പോരാ, എനിക്കിപ്പോ എല്ലാ ടെസ്റ്റും ചെയ്തേ പറ്റത്തുള്ളൂ. ആമേൻ. ഡോക്ടർ എന്റെ നിർബന്ധം കൊണ്ട് എക്സ്റേ എടുത്തു, ഫ്ലൂയിഡ് എടുത്ത് ബയോപ്സി ചെയ്തു. എല്ലാം ചെയ്തിട്ട് എന്റെ വീടിനകത്തേക്ക് മുറിക്കകത്തേക്ക് വിളിച്ചു. എന്നിട്ട് എക്സ്റേ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഒരു ചെറിയ പാട് പോലും ഇല്ലാതെ എന്റെ ഭാര്യയെ ദൈവം സൗഖ്യമാക്കി. ഇന്ന് രാത്രി ഇതാണ് കൃപ. ഇതാണ് കൃപ. ഇന്ന് രാത്രി ലോകം അസാധ്യമെന്ന് പറഞ്ഞതിനെ സാധിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. അതാ ദൈവത്തിന്റെ കൃപ. ഇന്ന് രാത്രി എത്ര പേർ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു പുത്തൻ കൃപ? ലോകം വിധിയെഴുത്തുകളെ മായ്ച്ചു കളയുന്ന ഒരു കൃപ ഇന്ന് രാത്രി പകരാൻ പോകുക. ഭക്തരുടെ നടുവിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദൂതൻ മറിയോട് പറഞ്ഞു തുടങ്ങി, മറിയെ, നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ, യേശു എന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്. അവന്റെ സിംഹാസനം എന്നേക്കുമുള്ളതായിരിക്കും, അവന്റെ രാജ്യത്വം സ്ഥിരമായിരിക്കും. ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് നിർത്തിക്കഴിഞ്ഞപ്പോൾ മറിയയ്ക്കൊരു ചോദ്യം. എന്താ ചോദ്യം അറിയാമോ? ഒരു സ്വാഭാവിക ചോദ്യം. നമ്മളാണെങ്കിൽ ഇതിന് ഇരട്ടി തിരിച്ചു ചോദിക്കുമായിരുന്നു. മറിയ ചോദിച്ചു, ഇത് എന്റെ കല്യാണത്തിന് മുൻപുള്ള കാര്യമാണോ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്? പക്ഷെ ദൈവത്തിന് ദൂതൻ പറഞ്ഞു, നിന്റെ വിവാഹത്തിന് മുമ്പ് നീ ഗർഭം ധരിക്കും,
Praise the Lord. Hallelujah. ഉടനെ മറിയയ്ക്ക് വീണ്ടും ഒരു സംശയം, അതൊരു സ്വാഭാവിക സംശയം. ഞാൻ പുരുഷനെ അറിയാകുകയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയാകുകയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് ഇതുപോലെ ദൈവം നൽകിയ വാഗ്ദത്തങ്ങളുടെ മുമ്പിൽ എങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുന്ന ചില വ്യക്തികളെങ്കിലും ഇന്ന് രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് ദൂത് പറയുന്നു. സ്വർഗത്തിലെ ദൈവമാണ് നിന്നോട് ദൂത് പറയുന്നത്. അതിനെ നിവർത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവമാണ്. Glory to Jesus. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ സംഭവിക്കും? അവൻ അതെങ്ങനെ സംഭവിക്കും? ഇന്ന് രാത്രി നീ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി എന്റെ ദൈവത്തിന്റെ പക്കലുണ്ട്. എന്റെ ദൈവത്തിന്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് ചോദിക്കുന്നുണ്ട്? നിന്റെ കുടുംബക്കാരെ ദൈവം പറഞ്ഞ ആലോചന, നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിന്നോട് ദൈവം പറഞ്ഞ ദൂതുകൾ പലപ്പോഴും അത് നിറവേറാതിരിക്കുമ്പോൾ ഇനി എങ്ങനെ സംഭവിക്കും? ഇനി എങ്ങനെ സംഭവിക്കും? അത് നടക്കുമോ? എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നോട് ദൂത് പറഞ്ഞത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, നിന്നോട് ആലോചന പറഞ്ഞത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ അതിനെ നിവർത്തിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ദൈവം ശക്തി ചെയ്യാം. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞപ്പോൾ മറിയ പറഞ്ഞു, നടക്കും. ഒടുക്കത്തെ ദിവസത്തിൽ ആമേൻ എന്ന ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി എങ്ങനെ സംഭവിക്കും എന്ന് നീ ചോദിച്ച ചോദ്യമില്ലേ? അതിന് മറുപടി ഇന്ന് രാത്രി നീ വിശ്വസിക്കുമെങ്കിൽ, ഇന്ന് രാത്രി നീ വിശ്വസിക്കുമെങ്കിൽ യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കാൻ പോകുകയാണ്, സൗഖ്യം നടക്കാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ എനിക്കറിയാം ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ പൊട്ടാൻ പോകുക. ഇന്ന് രാത്രി അഭിഷേകം ദൈവത്തിനും തന്നെ ചില കെട്ടുകളെ പൊട്ടിക്കാൻ പോകുക. അഭിഷേകം ഇന്ന് രാത്രി മുഖങ്ങളെ തകർക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വന്ന് ആ പപ്പയോട് പറയും, മമ്മി ഈ ഉത്തരം എന്റെ സിലബസിലില്ലാത്ത, ഈ ചോദ്യം എന്റെ സിലബസിലില്ല, ഈ ചോദ്യത്തിന് ഉത്തരം ഇല്ല. അമ്മ തിരിഞ്ഞും പറഞ്ഞു നോക്കും. 10ാം ക്ലാസ് മുസ്ലിം പാസ്സായ മമ്മി തിരിഞ്ഞും പറഞ്ഞു നോക്കിയിട്ട് മോനോട് പറയും, ശരിയാ മോനെ, ഇത് സിലബസിലില്ലാത്തതാ, ഈ ചോദ്യത്തിന് ഉത്തരമില്ല. എന്നാൽ ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, അമ്മയ്ക്കും മോനും ഉത്തരമറിയത്തില്ലെങ്കിലും ചോദ്യമിട്ടവന് ഉത്തരമറിയ വിശ്വസിക്കുന്നുണ്ട്. ചോദ്യമിട്ടവന് ഉത്തരമറിയാം. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം എന്റെ ദൈവം അറിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ പ്രശ്നം എന്റെ ദൈവം അറിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ അതിന് മറുപടിയായി ദൈവത്തിന്റെ കാലം ഈ 12 ചരിക്കുക. സ്വന്തം അധികാരത്തിലുള്ള ബലം യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ കൺട്രോള് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചു കൊടുക്കണം. നിന്റെ ബിസിനസിന്റെ കൺട്രോള് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചു കൊടുക്കണം. നിന്റെ കുഞ്ഞുങ്ങളുടെ കൺട്രോള് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചു കൊടുക്കണം. നിന്റെ സഭയുടെ കൺട്രോള് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് രാത്രി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഒരു പള്ളിയുണ്ട്, ഒരു കത്തോലിക്ക പള്ളി. അവിടെ പരിശുദ്ധാത്മാവിനെ കുപ്പിക്കകത്ത് വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. 2 രൂപയ്ക്ക് പരിശുദ്ധാത്മാവ്, 5 രൂപയ്ക്ക് പരിശുദ്ധാത്മാവ്, 10 രൂപയ്ക്ക് പരിശുദ്ധാത്മാവ്. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം
അവിടെ പെന്തിക്കോസുകാരോട് കടകളൊക്കെ വെച്ചിട്ടുണ്ട്. അനോയിന്റിംഗ് ഓയില്, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഇത് വാങ്ങിച്ചുകൊണ്ട് വരട്ടിയാൽ അഭിഷേകം കിട്ടുമെന്ന. അങ്ങനെയാണെങ്കിൽ അതിന് മറ്റുള്ള സമുദായക്കാർ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ എവിടാക്കി? കുപ്പിക്കകത്താക്കി. എന്നാൽ പെന്തിക്കോസുകാർ എവിടാക്കിയെന്ന് അറിയാമോ? കുപ്പിക്കകത്തല്ല, ബുദ്ധിക്കകത്താക്കി. ഇന്ന് രാത്രി നിന്റെ കൺട്രോൾ പരിശുദ്ധാത്മാവിനെ നീ കൺട്രോൾ ചെയ്ത്, പരിശുദ്ധാത്മാവിനെ നീ കൺട്രോൾ ചെയ്ത്, പരിശുദ്ധാത്മാവ് നിന്നെ കൺട്രോൾ ചെയ്യണം. ഏൽപ്പിച്ചു കൊടുക്കും. ഇന്ന് രാത്രി അത്ഭുതം കാണാൻ പോകുക. നിന്റെ കണ്ണുകൊണ്ട് അത്ഭുതം കാണുന്ന രാത്രി, നിന്റെ കണ്ണുകൊണ്ട് സൗഖ്യം കാണുന്ന രാത്രി, നിന്റെ കൈ കൊണ്ട് സൗഖ്യം അത്ഭുതം ഇന്ന് രാത്രി തൊടാൻ പോകുക. യേശു നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ഓ നീ യേശുവിന്റെ നാമത്തിൽ ചേർന്നിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? അഭിഷേകം നുകങ്ങളെ തകർക്കും. അഭിഷേകം നുകങ്ങളെ തകർക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുമ്പോൾ പിശാചി വെച്ച നുകങ്ങൾ ഇന്ന് രാത്രി തകർന്നു മാറും. യെസ്, നീ ഒരിക്കലും എഴുന്നേറ്റാതിരിക്കാൻ ശത്രു ബന്ധിച്ചൊതുക്കിയ ബന്ധത്തിൽ ഇന്ന് രാത്രി അഭികയങ്ങൾ പൊട്ടുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി അഭികയങ്ങൾ പൊട്ടുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്ഭുതം നടക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ദൂതൻ താഴോട്ട് പറഞ്ഞു തന്നെ മെസ്സേജ് പറഞ്ഞ് അവസാനിപ്പിക്കാം. സമയം ഏകദേശം തീർന്നിരിക്കുകയാണല്ലോ. ഒടുവിൽ നമുക്ക് ആരാധിച്ച് വിടുതലെടുക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു താഴോട്ട് വന്നിട്ട് മറിയയോട് ദൂതൻ പറയുക, നീ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചില്ലേ? അതിന് മറുപടി ഞാൻ പറയാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഉണ്ടല്ലോ, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഇന്നലെ വരെ നിന്റെ വീട്ടിൽ വടിയും കുത്തി വന്ന് എന്തുകൊണ്ട് മോളെ എന്നൊക്കെ ചോദിച്ചോണ്ടിരുന്ന അമ്മച്ചി ഉണ്ടല്ലോ, ഇന്ന് അമ്മച്ചി എഴുന്നേക്കാൻ വയ്യാതെ കട്ടിലേക്ക് കിടക്കുക. അവളുടെ വയറ്റിനകത്ത് 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. അവളുടെ ഉദരത്തിനകത്ത്, അവളുടെ ഗർഭപാത്രത്തിനകത്ത് 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. മറിയെ, നീ അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചില്ലേ? ഞാൻ പറയാം, എലിസബത്തിന്റെ ഉദരത്തിനകത്ത് കുഞ്ഞിനെ ജനിപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ മറിയെ, നിന്റെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ലേ? വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് ശക്തമായിട്ട് പ്രസംഗിക്കണമെന്നുണ്ട്. എന്നാൽ എന്റെ 17-ാമത്തെ വയസ്സിൽ എനിക്ക് ഡയബറ്റിക് വന്നതാ. സ്തോത്രം, ഹല്ലേലൂയ. 26-ാമത്തെ വയസ്സിൽ എന്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 450 വരെ ഉയർന്നിട്ടുണ്ട്. ഞാൻ താഴെ പലപ്പോഴും തളർന്നു വീണിട്ടുണ്ട്. നടക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ വന്നു. അവൻ ഡോക്ടറിനോട് എടുത്തോണ്ട് പോയി. ഡോക്ടറിനോട് പറഞ്ഞു, നീ ഇൻസുലിൻ എടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. രാവിലെ ഇൻസുലിൻ എടുക്കണം, രാത്രി ഇൻസുലിൻ എടുക്കണം. ഉച്ചയ്ക്ക് നീ നോക്കി ഗ്ലൂക്കോമീറ്റർ കൂടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് ഇൻസുലിൻ എടുക്കണം. സ്തോത്രം, ഹല്ലേലൂയ. 1 വർഷമെടുത്തു, 2 വർഷമെടുത്തു, 3 വർഷമെടുത്തു, 4 വർഷം ഇൻസുലിൻ കുത്തി. ആമേൻ. ഞാൻ PYP പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രാവശ്യം ട്രെയിൻ തിരുവല്ലയിലേക്ക് പോകുന്ന സമയം, കുമ്പനാടേക്ക് പോകുന്ന സമയം, ഞാൻ ട്രെയിനിനകത്ത് അതിന്റെ റെസ്റ്റോറന്റിനകത്ത് അതിന്റെ ടോയ്ലറ്റിനകത്ത് കയറി എന്റെ വയറിൽ ഞാൻ കുത്തിവെക്കുന്ന സമയത്ത് 3, 4, 5 പ്രാവശ്യം കുത്തിവെച്ചിട്ടാണ് അവൻ ഒരു പ്രാവശ്യം കുത്തിവെക്കാൻ പറ്റിയത്. അന്ന് ഞാൻ കണ്ണുനീരോടോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് കഴിയാത്തൊരു കാര്യവുമില്ല. സ്തോത്രത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ. എന്റെ ഇൻസുലിനെ മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ. എന്റെ കയ്യിൽ നിന്ന് സിറിഞ്ച്, ആമേൻ, ഇൻസുലിൻ ഞാൻ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. സ്തോത്രം. ഇതിന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഇൻസുലിൻ ഉപയോഗിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. ചില ദിവസങ്ങൾ ഇൻസുലിൻ എടുത്തില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയി പരിശോധിച്ചപ്പോൾ ഡോക്ടർ മുഴുവൻ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഇനി ഇൻസുലിൻ എടുക്കേണ്ട, ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ആമേൻ. ഞാൻ ഏതോ കെട്ടിയെന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയല്ല, എന്റെ അനുഭവം പറഞ്ഞ് പ്രസംഗിക്കുക.
യേശുവിന്റെ നാമത്തിൽ എന്നെ വിടുവിച്ച ദൈവത്തിന് ഇന്ന് രാത്രി ചില വ്യക്തികളെ വിടുവിക്കാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി കൊയർ റെഡിയായിക്കോണം. നമ്മൾ ആരാധിക്കാൻ പോകുക. ആമേൻ. എല്ലാ പരിമിതികളുടെ അപ്പുറത്ത് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അത്ഭുതമായി പോകുക. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. യേശുവിന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തെ. ഒരു കാര്യം പറയാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൂതൻ പറയുന്ന കാര്യത്തിന് പുഷ്ടപ്പെട്ടു. കാരണം എന്താണെന്നറിയാമോ? ഇനി അത്ഭുതം നടക്കണമെങ്കിൽ മറിയയുടെ സമ്മതം വേണം. മറിയയുടെ സമ്മതം വേണം. നമ്മളൊക്കെ സമ്മതം കൊടുത്തു. എവിടെ കൊടുക്കുന്നത് അറിയാമോ? ഓപ്പറേഷൻ തിയേറ്ററിനകത്തോട്ട് ഭർത്താവിനെ കയറ്റുമ്പോ, ബൈപ്പാസ് സർജറിക്ക് വേണ്ടി കയറ്റുമ്പോ ഇങ്ങോട്ടൊരു പേപ്പർ തരും. ആ പേപ്പറിനകത്ത് എഴുതി ഒപ്പിട്ട് കൊടുക്കും, എന്റെ ഭർത്താവിനെ വെട്ടിക്കേറി ബൈപ്പാസിൽ കൊല്ലുന്നതിനും സമ്മതം. സ്തോത്രം. അവൻ എന്റെ ദൈവം ഗ്യാരണ്ടി തരാൻ കഴിവുള്ളവനാണ്. അവൻ ലോകത്തിലെ ഡോക്ടർമാർക്ക് ഗ്യാരണ്ടി തരാൻ കഴിയാത്ത ഡോക്ടർമാർക്ക് നീ ഒപ്പിട്ട് കൊടുക്കുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സമ്മതത്തിന് മുമ്പിൽ, നിന്റെ സമ്മതത്തിന് മുമ്പിൽ എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. ഓ ജീസസ്. ദൂതൻ മറിയോട് പിശാച് പറഞ്ഞു, മറിയെ സമ്മതിക്കരുത്, മറിയെ സമ്മതിക്കരുത്. സമ്മതിച്ചാൽ നിന്റെ മാനം നഷ്ടപ്പെടും, എന്റെ തല തകരും. നീ സമ്മതിച്ചാൽ ആമേൻ, നീ സമൂഹത്തിൽ തള്ളപ്പെടും. നീ സമ്മതിച്ചാൽ ലോകത്തിന്റെ വേശ്യ എന്ന് പറയും. നീ സമ്മതിച്ചാൽ നിന്റെ കുടുംബജീവിതം തകരും. ഓ മറുവശത്ത് ദൈവത്തിന്റെ ആത്മാവ് അവളോട് പറഞ്ഞു, മറിയെ നീ തകരുമെന്ന് പറയുന്നത് മുഴുവൻ തകരാതെ നിന്റെ കയ്യിൽ തരാൻ എനിക്ക് കഴിയും. വിശ്വസിക്കുന്നുണ്ട്. പിശാച് പറയുന്നത് വിശ്വസിക്കുമോ? ദൈവം പറയുന്നത് വിശ്വസിക്കുമോ? പിശാച് പറയുന്നത് ഏറ്റെടുക്കുമോ? ദൈവം പറയുന്നത് ഏറ്റെടുക്കുമോ? ഇന്ന് രാത്രി ആമേൻ മറിയയുടെ മുമ്പിൽ ഓ ആഴം നോക്കാതെ, ആഴമായി അറിയാതെ, ആഴകൾക്ക് നിന്നും ഭയപ്പെടാതെ മറിയ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതോ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. എത്ര രാത്രി സംബന്ധിച്ചു അനേകം യേശുവിനെ അറിയാം, അനേകം യേശുവിനെ അറിയാം. യേശുവിനെ എന്റെ ഉദരത്തിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ എന്തെല്ലാം നഷ്ടം വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം ദോഷങ്ങൾ വന്നാലും, കർത്താവേ നിനക്ക് വേണ്ടി മാത്രം, നിനക്ക് വേണ്ടി മാത്രം തീരുമാനമെടുക്കും, തീരുമാനമെടുക്കും. ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ടി റെഡിയായിട്ടുണ്ട്. ദൈവത്തിന്റെ ഒരു കാര്യവും ഏൽപ്പിച്ചുകൊണ്ടാതെ അത്ഭുത ശക്തി വ്യാപരിക്കാൻ പോകുക. എല്ലാ കണ്ണുകളും പറയട്ടെ. ഓ ദൈവത്തെ മാറ്റപ്പെടുത്തി കൊടുക്കാം. ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെട്ടു വന്നത്, അതേ വിഷയത്തിൽ അഭിഷേകം വ്യാപരിക്കും, ആത്മശക്തി വ്യാപരിക്കും. ഇന്ന് രാത്രി രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കുക. ഇന്ന് രാത്രി ഡയബറ്റിക് സൗഖ്യം വന്നു. ഇന്ന് രാത്രി കുടുംബ ജീവിതത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. അസാധ്യമായ ശക്തിയോടെ
ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായ ചില വ്യക്തികളെ സന്ദർശിച്ചിരിക്കുക. ഇന്ന് രാത്രി വ്യക്തമായ ചില വ്യക്തികളെ തൊട്ടിരിക്കുക. ആമേൻ. മറിയ പറഞ്ഞതുപോലെ കർത്താവേ, ഇതാ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇന്ന് രാത്രി പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ, പ്രശ്നങ്ങളെ വകവയ്ക്കാതെ, ആരെല്ലാം നിനക്ക് തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നിനക്ക് വിരോധമായി തീർന്നാലും, എന്റെ കർത്താവിന് വേണ്ടി ജീവനെങ്കിൽ ജീവൻ വെക്കാം. എന്റെ കർത്താവിന് വേണ്ടി തകർന്നു വീഴേണ്ടി വന്നാൽ തകർന്നു വീഴോ. ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാ. വ്യക്തമായി ദൈവാത്മാവിനോട് പറഞ്ഞു, എന്റെ ശബ്ദം തോന്നുന്നത് ഇന്ന് രാത്രി ചില തൊടാൻ വേണ്ടിയാ. ശത്രുവിന് കുറച്ചു നേരത്തേക്ക് ബന്ധിക്കാൻ പറ്റുള്ളൂ. സമയമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, വ്യക്തികളെ കെട്ടുകളെ പൊട്ടിച്ചെടുക്കാൻ പോകുക. കോഴിക്കുട്ടക്കകത്തുനിന്ന് കുട്ടത്തോട് പൊട്ടി പുറത്തു വരുന്ന പോലെ ഇന്ന് രാത്രി ശത്രു ബന്ധിച്ച ബന്ധനത്തിനകത്തോട് ചില വ്യക്തികൾ ഇന്ന് രാത്രി മറിയ സമ്മതം പറഞ്ഞ് വീഴുന്നതിന് മുമ്പ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് യേശു ധരിച്ചു. ആരാധിക്കാൻ റെഡിയായിരിക്കോ? ദൈവശക്തിയുടെ വ്യാപരിക്കാൻ പോകുക. അവൻ ഇന്ന് രാത്രിയിൽ അവൻ സമ്മതിച്ചു കൊടുക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഗ്രൗണ്ട് വിട്ട് പുറത്തു പോകുന്നതിന് മുമ്പ് ചില വിടുതൽ നടത്താൻ പോകുക. നീ ഭവനത്തിൽ ചെന്ന് കാല് സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുമ്പ് അത്ഭുതത്തിന്റെ ശബ്ദം നിന്റെ കാലിൽ മുഴങ്ങും. യേശുവിന്റെ നാമത്തിൽ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. പിടിച്ചാൽ നിയന്ത്രിക്കാവുന്ന അഭിഷേകം, പിടിച്ചാൽ നിയന്ത്രിക്കാവുന്ന അഭിഷേകം, പിടിച്ചാൽ നിയന്ത്രിക്കാവുന്ന അഭിഷേകം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇവിടെ വ്യാപരിക്കുന്നു. തീരുമാനിക്കും ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്നതിന്റെ സുഹൃത്തെ, ഇന്നുവരെ നിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നീ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ യേശുവിനെ ആ മറിയെ പോലെ ഉദരത്തിലേക്ക് സ്വീകരിച്ച
ചോദിച്ച പല ചോദ്യങ്ങൾക്കും എന്തിന് ഈ ലോകത്ത് എനിക്ക് ജന്മം തന്നു, ഞാൻ എന്തിന് ജീവിക്കുന്നു, എന്തിന് എനിക്ക് രോഗം തന്നു എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമില്ലേ, അതിന് ഉത്തരം ഇന്ന് രാത്രി right now നിങ്ങളിലേക്ക് വ്യാപരിക്കാൻ പോകുകയാണ്. അവന്റെ 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒന്നാമത്, ഇതുവരെ ഈ യേശുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. എന്റെ ഹൃദയത്തിലേക്ക് ഈ യേശുവിനെ ഇതുവരെ ഞാൻ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഈ നിമിഷം ആമേൻ, ലോകം എന്നെ തള്ളി പറയട്ടെ, എന്റെ പള്ളിയിൽ നിന്ന് എന്റെ പേര് വെട്ടിട്ട്, എന്റെ സമൂഹം എന്നെ തള്ളിക്കളയട്ടെ, എന്തെല്ലാം തകരേണ്ടി വന്നാലും ചണ്ടിക്കൂമ്പാരത്തിനകത്തുനിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാൻ എന്റെ യേശുവിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ആ യേശുവിന് വേണ്ടി എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു, എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കൈ ഉയർത്ത് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഉയർത്തപ്പെട്ട കാര്യങ്ങൾക്കായി സ്തോത്രം. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. ആ ഉയർത്തപ്പെട്ട കരങ്ങൾ നല്ലതുപോലെ ഉയർത്തിപ്പിടിക്കേ. കുഞ്ഞുങ്ങൾ മുമ്പിൽ നല്ല സ്പേസ് ഉണ്ട്, കുഞ്ഞുങ്ങൾ മുമ്പിൽ നല്ല സ്പേസ് ഉണ്ട്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്ക. ആ കൈ ഉയർത്തി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്ലീസ് കം ഫോർവേഡ്. നിങ്ങൾ മുമ്പോട്ട് വരിക. നിങ്ങൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ. ജീസസ് മുമ്പോട്ട് വന്നാട്ടെ. ആ കൈ ഉയർത്തിയ പ്രിയപ്പെട്ടവർ മുൻപോട്ട് വന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യമായി, ആരെയും നോക്കാതെ, ആരമാരായാതെ, ആരകൾക്ക് തന്നെ ഭയപ്പെടാതെ സമുദ്രത്തിന് നടുവിലേക്ക് ഈ യേശുവിന് വേണ്ടി ഈ യേശുവിന് വേണ്ടി സൗഖ്യമാക്കുന്ന ഈ യേശുവിന് വേണ്ടി രക്ഷിക്കുന്ന ഈ യേശുവിന് വേണ്ടി സ്വർഗം തരുന്ന ഈ യേശുവിന് വേണ്ടി ഉയർത്തിയ പലരും വന്നില്ല. ധൈര്യമായി മുന്നോട്ട് വാ, ധൈര്യമായി മുന്നോട്ട് വാ. കർത്താവ് നിങ്ങൾക്കൂടെ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ജനം മുന്നോട്ട് വരട്ടെ. തടയുന്ന അന്ധകാര ശക്തികൾ, ദുഷ്ടചിന്തകൾ, അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി I break it in the name of Jesus. I break it in the name of Jesus. ശത്രു കെട്ടിയ കെട്ടുകൾ right now I break it in the name of Jesus. ശത്രു ബന്ധിച്ച വ്യക്തികൾ മുന്നോട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനം മുന്നോട്ട് വരട്ടെ, ജനം മുന്നോട്ട് വരട്ടെ. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ, ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ. അവൻ തിരക്കുള്ളത് ഞങ്ങറിയാൻ തിരക്കുണ്ടെന്ന് ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്ന രാത്രിയാ. ഇന്ന് രാത്രി താമസിച്ചു പോയാലും കുഴപ്പമില്ല. ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ രാത്രിയാ. ഇന്ന് രാത്രി താമസിച്ചു പോയാലും കുഴപ്പമില്ല. ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ പോകുകയാ. ഓ സന്ത നിഗമന ദൈവദാസൻ മറുപടിയിലോട്ട് ഇറങ്ങിച്ചെന്ന് ഈ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിച്ചാണ്. ദൈവദാസ പ്ലീസ് ഇറങ്ങിച്ചെന്ന് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പിതാക്കന്മാർ പ്ലീസ് ഇറങ്ങിച്ചെന്ന് ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. എന്നാൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവർ തലയിൽ കൈവച്ച് രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കാം. ഇനി ശത്രുവിനെ വെള്ളവൻ അവകാശമില്ല.
ദാസൻ കൊടുത്ത ആഹ്വാനത്തിന് മുമ്പിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഉള്ളമിൽ യേശു ഉരുവാകുന്ന കൊണ്ടും ജീവിതത്തെ സമർപ്പിച്ച അടിയൻ നിന്റെ ദാസനിതാ ദാസീനാന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് കടന്നു വന്ന നിന്റെ ദാസന്മാരെ നിന്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ ദാസന്മാരെ ഒരുമിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മരണവരെന്ന് വിശ്വസ്തരായി വേണ്ടിയാക്കുമാറാകണമേ. ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നേരിടുമ്പോൾ പതറിപ്പോകാതെ പിന്മാറിപ്പോകാതെ യേശുവിനെ നിവരെ നിൽപ്പാൻ നീ കൃപമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ജീവനുള്ള പേരുകൾ പുസ്തകത്തിൽ എഴുതപ്പെട്ടതിനാൽ നാമത്തിൽ തന്നെ ഇന്ന് രാത്രി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി എന്റെ കർത്താവ് അത്ഭുതം ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ. മറിയ പറഞ്ഞതുപോലെ കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആ കൈ ഉയർത്താമോ? ദൈവത്തിന് ഉപയോഗിക്കാൻ പോകുകയാണ്. ദൈവത്തിന് ഉപയോഗിക്കാൻ അങ്ങനെയുള്ള മുമ്പോട്ട് വന്നാട്ടെ. നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോകുന്നത് രാത്രി. അങ്ങനെയുള്ളവർ മുമ്പോട്ട് വന്നാട്ടെ. ആമേൻ. അങ്ങനെയുള്ളവർ മുമ്പോട്ട് വന്നാട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവർ മുമ്പോട്ട് വരുമ്പോൾ രോഗികൾക്ക് വേണ്ടി ആ കൈ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ബന്ധനം അഴിഞ്ഞു മാറാൻ പോകുകയാണ്. ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടുകയാണ്. രോഗികളായി വന്നവർ കൈ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളെ കൈ ഉയർത്തി പിടിച്ചാൽ മുമ്പോട്ട് വരണം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടിമാറുകയാണ്. അന്യായ ബന്ധനങ്ങൾ, അമിക്കയറുകൾ, ശത്രുവായ പിശാച് ബന്ധിച്ച ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയുകയാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കൈ ഉയർത്തി നിൽക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവരെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ, രോഗത്തിന്റെ ബന്ധനങ്ങൾ, നാഡീ ഞരമ്പുകളെ കെട്ടിയ കെട്ടുകൾ, ആന്തരിക അവയവങ്ങളെ ബന്ധിച്ച ബന്ധനങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ലിവറിന്റെ രോഗങ്ങൾ, എല്ലാ ഉദര സംബന്ധമായ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം എന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ